ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇതെന്താ ഈ നിലവിളക്കം തുടച്ച് വൃത്തിയാക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇതുണ്ടല്ലോ, ഞങ്ങൾ വീട് മാറുകയാണ്. ഇതുവരെ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വീടൊന്ന് ചെറുതായിട്ടൊന്ന് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇത് ഉണ്ടല്ലോ, എൻ്റെ ഹസ്ബൻഡ്, അതായത് കുട്ടേട്ടൻ, ഞാൻ കുട്ടേട്ടൻ എന്ന് വിളിക്കുക. എൻ്റെ ഹസ്ബൻഡ് റിട്ടയർഡ് ആയപ്പോൾ പോസ്റ്റ് ഓഫീസിൽ കൊടുത്തതാണ്. നല്ല കാനാട്ടോ, പോസ്റ്റ് ഓഫീസിൽ കൊടുത്തതാണ്. അത്യാവശ്യം നല്ലൊരു സംഖ്യയായി കാണും. ചെറുകര പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടിയത് അത്. അവിടെ എന്തായാലും അവരോട് ഒരുപാട് താങ്ക്സ് പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. ചിത്ര മേഡം, ദർശന മേഡം, അന്ന് അവരൊക്കെ ആയിരുന്നു. പിന്നെ മഞ്ജു, ദിവ്യ, അവരൊക്കെ ഉള്ള ടൈമാണ്. മജീദ് സാറ്, അച്യുതമാഷ്, അവരൊക്കെ ഉള്ള ടൈമാട്ടോ. ടൈമിലാണ് കിട്ടിയത്. പിന്നെ ഒരുപാട് വേറെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഓരോന്നിങ്ങനെ തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണേ. അപ്പോൾ ഇനി അടുത്തത് ഇതാ, എന്തായാലും ആ ടൈമിൽ തന്നെ കിട്ടി. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് ഇന്ത്യ വിത്ത് ദി ബെസ്റ്റ് അപ്രീഷിയേഷൻസ്. ഇതിപ്പോൾ എവിടെ നിന്ന് കിട്ടിയതെന്ന് ചോദിച്ചാൽ എരയമംഗലം പോസ്റ്റ് ഓഫീസ്. ഓക്കെ, ഇത് എരയമംഗലം പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നതാണ്. ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് തന്നതാണ്. അവിടെ വർക്ക് ചെയ്തിരുന്ന അന്ന് എന്താ പറയുക, ദീപ, പിന്നെ ജിഷ്ണ പോസ്റ്റ്മാനൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരത്തിൽ ഇതൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ആർക്കും കാണിച്ചു തന്നിരുന്നില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇതൊക്കെ ഞാൻ കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് എരയമംഗലം പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടിയതാണ്. ഇനി ഉണ്ട് കേട്ടോ, ഞാൻ ഇനി കുറച്ചൊക്കെ ഉള്ള അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇനിയും കൊണ്ടുവരാനുണ്ട്. അപ്പോൾ കൊണ്ടുവന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി വേറെ ഒന്നുണ്ട്. ഇതാ KC വേലായുധെന്ന് എഴുതിയിട്ടുണ്ട. ഇത് ഇങ്ങനെ ഇതായിട്ടേ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് ഇങ്ങനെ സുഖല്ല ഈ എഴുത്തൊന്നും. തപാൽ മേഖലയിലെ സർവീസ് ജീവിതം വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളാക്കിയ സഖാവിന് സ്നേഹാഭിവാദ്യങ്ങൾ. NFP മഞ്ചേരി ഡിവിഷൻ എന്ന് കിട്ടിയതാണിത്. അപ്പം അങ്ങനെ മഞ്ചേരി ഡിവിഷൻ എന്ന് കിട്ടിയതാണ്. ഒരുപാട് താങ്ക്സ് മഞ്ചേരി ഡിവിഷനിലുള്ള എല്ലാ ആളുകൾക്കും, ഒപ്പം വർക്ക് ചെയ്തിരുന്ന, എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എല്ലാ ആളുകൾക്കും ഒരുപാട് താങ്ക്സ് പറയാം. കരച്ചിൽ വന്നത് എന്താ വെച്ചാൽ, സോറി, ഹസ്ബൻഡിന് സുഖമില്ല. ഞാനിതൊന്നും പറയില്ല വിചാരിച്ചു, പക്ഷെ പെട്ടെന്ന് അവരൊക്കെ വന്നിട്ടുള്ള ഒരു സീൻ ഓർമ്മ വന്നു. പിന്നെ റിട്ടയർമെൻറ്റിന് അവർ പ്രസംഗിക്കുകയൊക്കെ ചെയ്യില്ല, അപ്പം പെട്ടെന്ന് ഓർമ്മ വന്നത്. ഓക്കെ, പോട്ടെ. എന്തു വന്നാലും കരയില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുക, പക്ഷെ നമ്മൾ അറിയാതെ എന്തെങ്കിലും ഓർത്ത് പോകുമ്പോൾ കരഞ്ഞു പോകും. അപ്പോൾ ഹസ്ബൻഡിന് എന്താണെന്ന് വെച്ചാൽ 2009 ഒരു അസുഖം വന്നതാണ്. അത് തളർന്ന് വീണതാണ്. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ കുറേ ട്രീറ്റ്മെൻറ്റിലാണ്. ഒരുപാട് ലോഡ് ഗുളികകളുണ്ട്. അപ്പോൾ ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചല്ല കേട്ടോ, ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ തുടങ്ങിയത്. അപ്പോഴേക്കും ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ അവരിപ്പോഴും സുഖമില്ലാതിരിക്കുക തന്നെയാണ്, പക്ഷെ ഒരു കുട്ടികളുടെ പോലെയൊക്കെയാണ്. ഇന്നലെ വായിച്ച പേപ്പർ തന്നെ ഓർമ്മയില്ലാതെ ഇന്നും ഇരുന്ന് വായിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര മറവിയാണ്. ഗുളിക കഴിച്ചത് ഓർമ്മയില്ല. അവർക്കിപ്പോൾ എന്താ അറിയാച്ചെങ്കിൽ ഫുഡ് കഴിക്കും, കുളിക്കാൻ പറഞ്ഞാലും കൂടി കൂട്ടാക്കില്ല. കുളിക്കാനൊന്നും ഒരു താല്പര്യമില്ല. നമ്മളിങ്ങനെ പറഞ്ഞ് നിർബന്ധിക്കണം. ഒരു LKGയിലത്തെ കുട്ടിയുടെയൊക്കെ പോലെയാണ് സ്വഭാവം. അപ്പം അങ്ങനെ. ഓക്കെ, ഞാനിതൊന്നും പറയണമെന്ന് വിചാരിച്ചല്ല. ഓക്കെ, അപ്പം ഇനി തുടയ്ക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇത് നൃത്താധ്യാപിക. ഞാനൊരു നൃത്താധ്യാപികയാണെന്ന് അറിയാലോ. അപ്പോൾ അതിന് പെരിന്തൽമണ്ണ മേഖല കമ്മിറ്റി നൽകിയ ഒരു കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മ പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അവർ തന്ന ഒരു ആദരവായിരുന്നു. നല്ല രസമായിരുന്നു. നമ്മളെ പെരിന്തൽമണ്ണ മേഖലയിൽ നിന്ന് ആദരവ് തന്നതാണ്. അപ്പോൾ അവിടുന്ന് കൊച്ചു മണിയാണ് എനിക്കിതൊക്കെ പ്രസൻറ്റ് തന്ന് എന്നെ പൊന്നാട അണിയിച്ചു. അതൊക്കെ ഒരു വലിയൊരു അനുഭവമാണ് അതൊക്കെ.
അപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെന്താ, ഞാൻ തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഇതെൻ്റെ മറിയക്കുട്ടി കേട്ടോ. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അല്ല സോറി ബെസ്റ്റ് ഫ്രണ്ട് തന്നെ, അതറിയാതെ പറഞ്ഞാണെങ്കിലും സംഭവം ശരിയാണ്. എൻ്റെ ശിഷ്യാണ്, പ്രിയ ശിഷ്യാണ്. നന്നായി കളിച്ചിരുന്നു കേട്ടോ. ഇപ്പോൾ പഠിക്കുന്നില്ല, 1-ലോ 2-ലോ ആകുമ്പോൾ ചേർന്നതാണ്. +2 വരെ അവൾ തുടർന്നും എൻ്റെ അടുത്ത് തന്നെ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കുമ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ. ഓക്കെ, ഇത് നേരത്തെ തുടച്ചതല്ലേ. ഓക്കെ, പിന്നെ ഇത് എൻ്റെ മോൾക്ക് ഭരതനാട്യത്തിന് കൂടിയിട്ടേ തപാൽ കലാമേളയുടെ അധികം തപാൽ കലാമേളയ്ക്ക് കൂടി തന്നെ. അന്ന് ഇവർക്ക് സുഖമില്ലാത്ത സമയം തന്നെയായിരുന്നു. ഞാൻ ആ പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ചിത്ര മേഡം ഉണ്ട്, ആ കുട്ടി നിർബന്ധിച്ച് കൂട്ടിയതാണ്. കൂടൂരാ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നല്ല മനസ്സോട് കൂടി. അപ്പോൾ അവൾ പറഞ്ഞു അച്ഛനെയും കൂട്ടുണ്ടെങ്കിലേ ഞാൻ പോരുള്ളൂ. അങ്ങനെ പറഞ്ഞ അച്ഛനും മകളുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെ അച്ഛനും മകളും അങ്ങനെ പോകാൻ തീരുമാനിച്ചു. ഡോക്ടറെയൊക്കെ അനുവാദം ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി. മഞ്ചേരിയിൽ നിന്ന് ആദ്യം നമ്മൾ ഫസ്റ്റ് കിട്ടി ഭരതനാട്യത്തിന്. പിന്നെ അവിടെ നിന്ന് നേരെ പിന്നെ ദേശീയ ഇതിന് പോവുക ചെയ്ത്. അങ്ങനെ അപ്പോൾ അവിടെ നിന്നും അവൾക്ക് ഫസ്റ്റായിരുന്നു. അതിൻ്റെ ഒരു സമ്മാനമാണ്. പിന്നെ ഗോൾഡ് മെഡലൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒക്കെ എവിടേക്കാണാവോ ഇനി തരയണോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത്രേ കൊടുത്തിട്ടുള്ളൂ. ഇനി അടുത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇത്തിരി ഇമോഷണലായി, സോറി. ഓക്കെ.